ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫോൺ സ്പീക്കറിലാണ്, ഭാര്യയും മക്കളും കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഞാൻ ആരോടാണ് ഈ വഴക്കുണ്ടാക്കുന്നത്? യൂട്യൂബിൽ AI ഇൻബിൽറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി എല്ലാ ക്രിയേറ്റേഴ്സും ബുദ്ധിമുട്ടിലാണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരു ചാനൽ പോലും മോണിറ്റൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്ത് കൈ കൊടുക്കും. അതുപോലെ ഓൾറെഡി മോണിറ്റൈസ് ആയ ചാനലാണെങ്കിലോ നിങ്ങൾ ആ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്തു, പുതിയ കുറേ പോളിസികൾ കൊണ്ട് കാണിച്ചിട്ട് അവരുടെ ചാനലിനെ ഡിമോണിറ്റൈസ് ചെയ്ത് കളയുന്നുമുണ്ട്. ഇതിനൊക്കെതിരെ നമ്മൾ അപ്പീൽ കൊടുത്താലോ ആ അപ്പീലിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ അപ്പീലിനെയും യൂട്യൂബ് റിജക്റ്റ് ചെയ്ത് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ള ഈ ഒരു സമയത്താണ് യൂട്യൂബ് അടുത്ത ഒരു പണി AI ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചാറ്റ് സപ്പോർട്ടിൽ ഒരു മനുഷ്യനാണ് ഇരുന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് യൂട്യൂബ് അടുത്ത ഒരു പണി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ചാറ്റ് സപ്പോർട്ടിലും യൂട്യൂബ് ഇനി മുതൽ AI ഇൻബിൽറ്റ് ചെയ്യുകയാണ്. അതായത് ഇനി മുതൽ നമ്മൾ യൂട്യൂബുമായിട്ട് ചാറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് ചാറ്റ് ചെയ്യുന്നത് ഒരു ഓട്ടോമേറ്റഡ് ചാറ്റ് ബോട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം യൂട്യൂബ് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഹ്യൂമൻ സപ്പോർട്ടിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഹ്യൂമൻ സപ്പോർട്ടിലും സംസാരിക്കാൻ പറ്റും. അതായത് ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഈ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ചാറ്റ് ബോട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഈ യൂട്യൂബിൻ്റെ എല്ലാ പോളിസികളും അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, FAQs, ഈ കാര്യങ്ങളെല്ലാം ഈ ചാറ്റ് ബോട്ടിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചോദ്യം ഈ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചാലും ശരി, അത് ഈ പോളിസിക്ക് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഉത്തരം തരാൻ ഇതിന് പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ AdSense ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള കാരണം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാറ്റ് സപ്പോർട്ടിൽ കയറി ചാറ്റ് സപ്പോർട്ടിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ AdSense ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉത്തരം തരുമ്പോൾ ഈ പോളിസിക്ക് അനുസരിച്ച് നിങ്ങളോട് പറയും നിങ്ങളുടെ ചാനലിൻ്റെ AdSense ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതിനുള്ള കാരണം നിങ്ങൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഇത് പറയുന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ ചോദിച്ചാലോ അത് വീണ്ടും ഈ ഒരു ആൻസർ തന്നെ റിപ്പീറ്റ് അടിക്കും. നിങ്ങളുടെ ചാനലിൻ്റെ ഈ AdSense ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതിനുള്ള കാരണം നിങ്ങൾ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഈ ഉത്തരം തന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹ്യൂമൻ സപ്പോർട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഹ്യൂമൻ സപ്പോർട്ടിലേക്ക് എവിടെ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ AI ചാറ്റ് ബോട്ടിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയേ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തെ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്നും ഹ്യൂമൻ സപ്പോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ AI ചാറ്റ് സപ്പോർട്ടിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങൾ പോയേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് സംഭവിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ അതിവിടെ പറയാം. അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ മേക്ക് മൈ ട്രിപ്പിലൂടെ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മേക്ക് മൈ ട്രിപ്പ് ആപ്പിലൂടെ തന്നെ ആ ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതിൻ്റെ റീഫണ്ട് വരണം, അതിനുള്ള സെറ്റിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷവും എനിക്ക് റീഫണ്ട് അക്കൗണ്ടിൽ വരാതിരുന്നപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ അവരെ വിളിച്ചു, അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അപ്പോൾ ഒരു പെണ്ണ് ഫോൺ എടുത്തു, ഹലോ ഐ ആം ലില്ലി വല്ലി എന്തോ പറഞ്ഞു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു, എൻ്റെ റീഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അതെനിക്ക് ആൻസർ തന്നു, ഞങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പൈസ റീഫണ്ട് ചെയ്തിട്ടുണ്ട്, യു ചെക്ക് യുവർ വാളറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പിൻ്റെ വാളറ്റിലേക്കാണ് അവർ ആ റീഫണ്ട് അയച്ചത്, ബാങ്ക് അക്കൗണ്ടിലേക്കല്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തതാണ്, എനിക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ വരേണ്ടത്, എനിക്ക് വാളറ്റിലല്ല റീഫണ്ട് വേണ്ടത്. അപ്പോൾ അത് വീണ്ടും എനിക്ക് റിപ്ലൈ തന്നു, ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്, യു ചെക്ക് യുവർ വാളറ്റ്. അത് 3-4 പ്രാവശ്യം എനിക്ക് ദേഷ്യമൊക്കെ വന്ന് ഞാൻ അവർ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു. അപ്പോഴും അത് ഒരേ ഉത്തരം തന്നെയാണ് തരുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ആം ഐ ടോക്കിംഗ് ടു എ വെർച്വൽ അസിസ്റ്റൻറ്റ് ഓർ ഇറ്റ് ഈസ് എ ഹ്യൂമൻ സപ്പോർട്ട്? അപ്പോൾ അതെനിക്ക് റിപ്ലൈ തന്നു, ദിസ് ഈസ് എ വെർച്വൽ അസിസ്റ്റൻറ്റ്. ഞാൻ ഓൾറെഡി ദേഷ്യപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയും മക്കളും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു an AI സപ്പോർട്ട്, ഐ വാണ്ട് ടു ടോക്ക് ടു എ ഹ്യൂമൻ സപ്പോർട്ട്. അപ്പോൾ അതെനിക്ക് ആൻസർ തന്നെ എന്താണ്, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളാം, എന്താണ് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതാണ് വേണ്ടത്, എൻ്റെ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുക, എനിക്ക് വാളറ്റിൽ വേണ്ട. അപ്പോൾ അത് വീണ്ടും സെയിം ആൻസർ തന്നെ, ഞങ്ങൾ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു, നിങ്ങൾ നിങ്ങളുടെ വാളറ്റ് ചെക്ക് ചെയ്യും. എനിക്ക് ദേഷ്യം വന്നു. അവസാനം എനിക്ക് AIയോടെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. ഞാൻ നല്ല ഒച്ചത്തിലൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു an AI സപ്പോർട്ട്, ഐ വാണ്ട് ടു ടോക്ക് ടു an ഹ്യൂമൻ സപ്പോർട്ട്. അത് വീണ്ടും സെയിം ഉത്തരം. എനിക്കറിയാം ഞാൻ AIയോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, പക്ഷേ ഒരു വഴിയുമില്ല, ഞാൻ ദേഷ്യപ്പെട്ട് തന്നെ അങ്ങ് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കോളിനെ ഹ്യൂമൻ സപ്പോർട്ടിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ, കാരണം അവർക്ക് മാത്രമേ നമുക്കിതിനുള്ള സൊല്യൂഷൻ തരാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പൊട്ടനെ പോലെ ഈ AIയോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പെണ്ണിനോട് വഴക്കുണ്ടായി
വഴക്കുണ്ടാക്കുന്നു, അതേ രീതിയിൽ ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ സ്പീക്കറിലാണ്, ഭാര്യയും മക്കളും കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഞാൻ ആരോടാണ് ഈ വഴക്കുണ്ടാക്കുന്നത്? അപ്പോൾ എനിവേ 4 or 5 പ്രാവശ്യത്തെ കോൾ വിളി കഴിഞ്ഞു. കാരണം ഞാൻ കട്ട് ചെയ്ത് വിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോള് കറക്റ്റ് നേരിട്ട് ഈ ഹ്യൂമൻ സപ്പോർട്ടിൽ കയറിയാലോ. അങ്ങനെ അവസാനത്തെ 5ാമത്തെ ആണോ 6ാമത്തെ ആണോ ഒരു കോള്, അതും ഹ്യൂമൻ സപ്പോർട്ടിൽ കയറിയില്ല, അതും എയുടെ അടുത്ത് തന്നെയാണ് എത്തിയത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞത് ആ എ കേട്ടു. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എ വെർച്വൽ അസിസ്റ്റൻറ്റ്, ഐ വാണ്ട് ടു ടോക്ക് ടു എ ഹ്യൂമൻ അസിസ്റ്റൻറ്റ്. കറക്റ്റ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കോളിനെ. എൻ്റെ കാര്യങ്ങളും കറക്റ്റായി വിശദീകരിച്ച് എൻ്റെ കാര്യം അവിടെ നടന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഇതേപോലെയാണ് യൂട്യൂബിലും സംഭവിക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ക്രിയേറ്റേഴ്സ് കുറേ ബുദ്ധിമുട്ടും. കാരണം ഇതേപോലെ AI നമുക്ക് റിപ്പീറ്റ് അടിച്ച് ആൻസർ തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ കോളിനെ ഹ്യൂമൻ സപ്പോർട്ടിലേക്ക് അയച്ചില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് AIക്ക് ചെയ്യാൻ പറ്റാത്തത്, ഈ ഹ്യൂമൻ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത്. അതായത് ഇനി മുതൽ നമ്മൾ ഈ ചാറ്റ് സപ്പോർട്ടിൽ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് ഈ ഓട്ടോമേറ്റഡ് AI സിസ്റ്റം തന്നെയായിരിക്കും, ചാറ്റ് ബോട്ട് ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ടേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, അതേപോലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രിയേറ്റേഴ്സ് കുറേ ബുദ്ധിമുട്ടും. അതല്ല, ഈ AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ AI തന്നെ നമ്മുടെ കോളിനെ ഒരു ഹ്യൂമൻ സപ്പോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. എനിവേ, ഇതാണ് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.